ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ദൂരത്തിൽ 45 ലക്ഷം രൂപയ്ക്ക് 1500 സ്ക്വയർ ഫീറ്റിൽ 7 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഫോട്ടോകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നല്ല വിശാലമായിട്ടുള്ള ഒരു ടാറിംഗ് റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീട്. ഒരുപാട് അയൽപക്കങ്ങളൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം അയൽപക്കങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട്. യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയോ മറ്റ് പ്രളയ ഭീഷണികളോ ഒന്നും ബാധിക്കാത്ത ഒരു സ്ഥലത്ത് ഇഷ്ടം പോലെ കിണർ വെള്ളമൊക്കെ ഉള്ളൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വടക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ്ട് കിണർ നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളമാണ്. ഈ വീടിന് 2 കാർ പോർച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട് കുറച്ച് നാളായിട്ട് ഉടമസ്ഥന് ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് പുല്ലൊക്കെ പിടിച്ച് കിടക്കൊണ്ട് വീടിൻ്റെ പുറത്തെ ദൃശ്യങ്ങൾ നിലവിൽ കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു കാർ പോർച്ചാണ് കടന്നു പോയത്. ഇത് അടുത്ത 2ാമത്തെ കാർ പോർച്ച്. ചെറിയ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ തീരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ കണ്ടീഷനിലുള്ള വിലയാണ് പറഞ്ഞിരിക്കുന്നത്. 45 ലക്ഷം രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതിലെന്തെങ്കിലും തീരെ ചെറിയ എന്തെങ്കിലും ഒരു വില മാറ്റവും കൂടെ നമുക്കിതിൽ വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലെ 4 പാളിയുടെ ഒരു ജനലാണ് നമ്മൾ കാണുന്നത്. അത് തേക്കാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ജനൽപാളി, ചെറിയ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുറച്ച് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തേക്കിൻ്റെതിൽ ചെയ്തിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ 2 പില്ലറുകൾ കാണുന്നുണ്ട്. ആ പില്ലറിൽ കൊടുത്തിരിക്കുന്നതും തേക്കിൻ്റെതിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഏരിയ തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വീട് കുറച്ചുകൂടി ഭംഗിയുള്ളതാവും. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആ പില്ലറിലെ വർക്കുകൾ നിങ്ങളെ ഒന്നുകൂടി കാണിക്കുകയാണ്. തേക്കിൻ്റെ അടിയുടെ പാനലിംഗ് ആണ് ഈ ഫ്രണ്ട് ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പൂർണ്ണമായിട്ട് ഗ്രാനൈറ്റ് ഇട്ട ഒരു സിറ്റ് ഔട്ട്. അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ 2 സൈഡിലും 2 കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. 2 പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ്. ധാരാളം LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് വീടാണ്. 45 ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാം തേക്കിൻ്റെ അടിയിൽ തീർത്തിരിക്കുന്ന വാതിലുകൾ, ജനൽപ്പാളികൾ, കബോർഡ് വർക്കുകൾ, അങ്ങനെ എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട് അല്പം മുഷിഞ്ഞ് കിടക്കുന്ന ഉടമസ്ഥന് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അകത്തെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഭിത്തിയിൽ 3 പാളിയുടെ ഒരു ജനലും അതോടൊപ്പം തന്നെ ഒരു പാനലിങ്ങും കൊടുത്തിരിക്കുകയാണ്. 2 പാളി എന്ന് തോന്നുമെങ്കിലും നല്ല കൊത്തുപണികളൊക്കെയുള്ള ഒരു പാളിയുടെ ഒരു മെയിൻ ഡോറാണ് നമ്മളിവിടെ കാണുന്നത്. അത് നല്ല മനോഹരമായിട്ട് തന്നെ വലിപ്പമുള്ളൊരു കട്ടളയും കതകും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വാതിൽ തുറന്നകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് കാണുന്നത്. ഇതിൽ ഫാൻസി ലൈറ്റ്, LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ഒരു പ്രെയർ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. TVയുടെ യൂണിറ്റൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണ്. 3 പാളിയുടെ ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കണ്ടതാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രെയർ ഏരിയ വരുന്നത്. അതോടൊപ്പം തന്നെ അവിടുന്ന് ഇടത്തേക്ക് മാറിക്കഴിയുമ്പോഴാണ് ഒരു ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലും ഫാനും ഫാൻസി ലൈറ്റും LED ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇതിൽ തേക്ക് പ്ലാവാണ് ഈ ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ്. ഇതിലും ഫാനും LED ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റുകൾ, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതും തേക്കിൻ്റെ അടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. പോളിഷിങ്ങിൻ്റെ വർക്കുകളൊന്നും നടത്തിയിട്ടില്ല. നമുക്കിപ്പോൾ തടിയൊക്കെ നോക്കി തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഷവർ കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വാഷ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 45 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നതിൽ, പാലാ ഭാഗത്ത് കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു വീടെന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു വീട്.
അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൽ 2 പാളിയുടെ 2 ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ ബെഡ്റൂമിലും ഫാനും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ ഒരു പുതിയ മോഡലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു കബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും തേക്കിൻ്റെ തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വരുന്നത്. എല്ലാത്തിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പുകൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാനുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളുക. കാരണം ഈ വിലയ്ക്ക് പാലാ ഭാഗത്ത് ഇങ്ങനെ ഒരു വീട് കിട്ടാനില്ല. 7 സെൻറ്റ് സ്ഥലവും പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജായിട്ട് 7 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പുറകുഭാഗമൊക്കെ പുല്ല് പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറകിലത്തെ ഒന്നും വീഡിയോ എടുക്കാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ലിവിങ് ഹാളിലേക്ക് വന്നു. ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് എത്തി. അവിടെ അങ്ങേയറ്റത്തായിട്ടൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ ബെഡ്റൂമും കൂടി കാണാം. ഇതാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. അതിൻ്റെ വാതിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തേക്കും പ്ലാവും കൂടിയാണ് ഇതിലും വന്നിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. 2 പാളിയുടെ 2 ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വായു പ്രകാശവും കൂടുതൽ കയറുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിലും AC-യുടെ പോയിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാനുണ്ട്, ഫാൻസി ലൈറ്റ് ഉണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. നമുക്ക് ആ ബാത്റൂം കൂടി കാണാം. മുകളിൽ വേണമെങ്കിൽ ഒരു കബോർഡ് ഡോറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജിൻ്റെ ഒരു സ്പേസും മുകൾ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതും മുമ്പ് കാണിച്ച പോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ കൊടുത്ത് ഷവർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതുപോലുള്ള വീടുകൾ വളരെ അപൂർവമായിട്ട് ചില സമയത്ത് ഇതുപോലെ വില കുറഞ്ഞുള്ള വീടുകളൊക്കെ വരികയുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ അടിയിൽ തന്നെയാണ്. നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും തേക്കിൻ്റെ തടിയിൽ തന്നെയാണ്. പോളിഷ് ചെയ്തല്ല കേട്ടോ. ഇവിടെ താഴെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. മുകളിലും അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ വാഷ് ഏരിയ, ഒരു വർക്ക് ഏരിയ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ വിറകടുപ്പ് വേണ്ടവർക്ക് അവിടെ വേണമെങ്കിൽ വിറകടുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള വാതിലാണ്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിലാണ് 12 മൈൽ, മേവട എന്നീ ടൗണുകൾക്ക് സമീപത്തായിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ദൂരത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു പ്രയർ ഏരിയ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പം ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യങ്ങൾ ഒന്നും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ നിർത്തുകയാണ്. പഞ്ചായത്ത് റോഡ് സൈഡിൽ നല്ല മനോഹരമായിട്ട് വടക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന 1500 സ്ക്വയർ ഫീറ്റ് വീടും 7 സെൻറ്റ് സ്ഥലവും വെറും 45 ലക്ഷം രൂപയ്ക്ക്, 45 ലക്ഷം രൂപയിൽ എന്തെങ്കിലും ചെറിയൊരു വിട്ടുവീഴ്ചയും കൂടെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം വേഗമാകട്ടെ, നിങ്ങൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരുന്നതല്ല. ഈ വീടിൻ്റെ തൊട്ട് മുൻപിൽ കൂടി എല്ലാ സ്കൂൾ ബസ്സുകളും വരുന്നതാണ്. അപ്പോൾ ശരി, ബൈ.